മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ടിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് നമുക്ക് പൊളിച്ചടക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോസിലേക്ക് പോവാം. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് ഇന്ന കൂട്ടുകാരന് അല്ലെങ്കിൽ ഇന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, അവർക്ക് ആ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നേരെ കാര്യത്തിലേക്ക് വരാം. സ്കൂളൊക്കെ തുറന്നു, നമ്മൾ ചാപ്റ്റേഴ്സുകളൊക്കെ ആയിട്ട് കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ്, അതേപോലെ തന്നെ ബയോളജിയിലെ ചാപ്റ്റേഴ്സ്, അതേപോലെ തന്നെ ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ബേസിക് സയൻസ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കോമൺ ആയിട്ട് നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഞാനൊന്ന് പറയാം ആദ്യം. അതായത് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ചില കാര്യങ്ങൾ മനസ്സിലാവൂല. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ചില ചാപ്റ്റർ ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നത് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലുള്ള കുട്ടികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് കാര്യമാണോ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്, പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ, ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് പോട്ടെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം എന്ന് വിചാരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പക്ഷെ നിങ്ങൾ വെറുതെ വിട്ട അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമായിരിക്കും അടുത്ത ടോപ്പിക്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ബേസിക് സയൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ ടോപ്പിക്ക് പോലും നമ്മൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇനി അഥവാ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുക, നമുക്ക് അറിയാവുന്നവരോടൊക്കെ ചോദിക്കുക. അതിന് എജുപോർട്ടൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, തുടർച്ച ഒരിക്കലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടരുത് എന്നുള്ളതാണ്. ഓരോ ടോപ്പിക്കുകളും അതിൻ്റെതായ സീരിയസോടുകൂടി നിങ്ങൾ പഠിക്കുക. കാരണം ഒന്നിനോട് അടുത്തത് എന്ത് ചെയ്യുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഒരു കാരണവശാലും എനിക്കത് മനസ്സിലാകുന്നില്ല, എനിക്കിത് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, അടുത്ത ടോപ്പിക്കിലേക്ക് പോരുത്. തുടർച്ച നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് മക്കളോട് ആദ്യം പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് ബേസിക് സയൻസിൽ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കെമിസ്ട്രീന്റെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് പരീക്ഷണങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ അല്ലാണ്ടുള്ള കുറച്ച് ആറ്റങ്ങൾ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഇനി വരുന്ന ഓരോ ചാപ്റ്റേഴ്സുകളിലായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങും. അപ്പോൾ ചിത്രങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ് ബേസിക് സയൻസിൽ. അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പൊ ചിത്രങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ സൂക്ഷ്മം എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചു പഠിക്കണം. ചിലത് നമുക്ക് വരച്ചു പഠിക്കാനുണ്ടാവും, ചിലത് നമുക്ക് കണ്ടു മനസ്സിലാക്കാനുണ്ടാവും. എന്ന് വെച്ചാൽ ചിത്രങ്ങളിലൂടെ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ചിത്രങ്ങൾ ഒറ്റ പോലും എന്ത് ചെയ്യരുത്, നിങ്ങൾ വിടരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ പ്രശ്നങ്ങൾ അഥവാ പ്രോബ്ലങ്ങൾ. ഇപ്പൊ കെമിസ്ട്രിയിൽ എവിടുന്ന സാറേ കണക്ക്, മക്കളെ കെമിസ്ട്രിയിൽ കണക്കുണ്ട്, ചില കണക്കുകളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ബേസിക് സയൻസിലെ മറ്റ് ഫിസിക്സിലൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ബേസിക് സയൻസിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും എന്ത് ചെയ്യരുത്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ചിത്രങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ഉണ്ടാവും. അതായത് ആറ്റങ്ങളുടെ എണ്ണം, അതേപോലെ തന്നെ തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂൾസിന്റെ എണ്ണം എന്നൊക്കെ പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ബേസിക് സയൻസിൽ അടുത്തതായിട്ട് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യം. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് എല്ലാ കുട്ടികളും പറയാനുണ്ട്, സാർ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, പരീക്ഷ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് എഴുതുമ്പോൾ, ഇനിയിപ്പോൾ യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ കാലമായിരിക്കും, അത് എത്തുമ്പോഴേക്കും എല്ലാം മറന്നു പോകുന്നു. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നറിയോ, റിവിഷൻ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും അല്ലെങ്കിൽ വേണ്ട 1 ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. കാരണം നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഇത്രയും 5 ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു 2 ദിവസം നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇത് ഒരുപാട് കാലം എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ അത് നല്ല തിളക്കത്തോടു കൂടി നമുക്ക് ഏതൊരു യൂണിറ്റ് ടെസ്റ്റിലും അതേപോലെ തന്നെ എക്സാംസിനൊക്കെ നമുക്ക് എഴുതാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ റിവിഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തതായിട്ട് മക്കളോട് പറയാനുള്ളത് മുൻവർഷ ചോദ്യങ്ങൾ. അല്ല സാറേ, എന്തിനാണ് ഈ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുന്നത്, ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുകയോ എന്നുള്ളതായിരിക്കും നിങ്ങളെ ഒരു സംശയം. മക്കളെ, ഈ ചോദ്യങ്ങൾ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അതിൻ്റെ എക്സാം എഴുതാനായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നുള്ളത് നമ്മളൊന്നുകൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഏത് രീതിയിലൊക്കെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളത് പഠിച്ചാൽ ഒരു കാര്യമില്ല.
അല്ലെ? ചില കുട്ടികളൊക്കെ എന്താണ് പാഠം പഠിച്ച് നേരെ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറും. അപ്പൊ അവിടെ നിന്ന് ആയിരിക്കും അയ്യോ ഇതെങ്ങനെയൊക്കെ വരുമോ, ഇങ്ങനെ അത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നലുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഓരോ ടോപ്പിക്കും ഏതൊക്കെ രീതിയിൽ ചോദിക്കും, എത്ര മാർക്കിന് ചോദിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ മുൻവർഷ ചോദ്യങ്ങൾ പരിശോധിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ PYQ ക്വസ്റ്റ്യൻസ് അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് നമ്മൾ പൊളിച്ചടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്, നമ്മുടെ എജുപോർട്ടിലൂടെ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ എജുപോർട്ട് ആപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതാ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വേഗം ജോയിൻ ചെയ്യാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ദിശാബോധത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ടാത്ത ഒരു സബ്ജക്റ്റ് ആണ് ഏത് ബേസിക് സയൻസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എജുപോർട്ടിന് കൂടെ പഠിക്കാം എന്നുള്ളതാണ് മക്കളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ കൂട്ടുകാരിക്കോ അല്ലെങ്കിൽ ആ കൂട്ടുകാരനോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.